ഓക്കെ, അടുത്ത ഒരു വീഡിയോയുമായിട്ടാണ് ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത്. ഇന്ന് ഞാൻ ഒന്ന് രണ്ട് ഹെയർ സ്റ്റൈലുകളാണ് ഇന്നിവിടെ ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ ഹെയർ സ്റ്റൈൽ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് മുടിയുടെ ഫ്രണ്ട് ഭാഗം നമ്മൾ ബ്രഷ് ചെയ്ത് വൃത്തിയാക്കി വെച്ചു. നമ്മുടെ ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്തിട്ട് ക്ലിപ്പ് ഉപയോഗിച്ച് ഫിക്സ് ചെയ്തു. അതിനുശേഷം ഈ മുടി നമ്മൾ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്ത് പിന്നിയെടുക്കുന്നു. സാധാ പിന്നൽ നമ്മളിത് മുറുക്കി പിന്നുന്നു. ഈ മുടി പിന്നിയതിന് ശേഷം നമുക്കിത് റോള് ചെയ്ത് മുകളിലോട്ട് കൊണ്ടുവന്ന് ഈ എൻഡ് ഭാഗം ഈ പിന്നിയതിൻ്റെ അടിയിലാക്കി വെച്ചതിന് ശേഷം ഏതെങ്കിലും ഒരു സ്ലൈഡ് വെച്ച് നമുക്കിത് ഫിക്സ് ചെയ്യാം. എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ സ്റ്റൈലാണ്. ഏത് ഹെയർ സ്റ്റൈൽ ചെയ്താലും ആദ്യം നമ്മൾ മുഖത്തിന് ഇണങ്ങുന്ന രീതിയിൽ ഫ്രണ്ട് സൈഡ് ചീപ്പി നല്ലതായിട്ട് ബ്രഷ് ചെയ്ത് ക്ലിപ്പ് കുത്തിയതിന് ശേഷം മാത്രമേ ബാക്കിലോട്ട് നമ്മൾ ഹെയർ സ്റ്റൈൽ ചെയ്യാൻ പാടുള്ളൂ. അതിനുശേഷം ഈ മുടി ബ്രഷ് ചെയ്ത് പിന്നിയതിന് ശേഷം നമ്മൾ റോൾ ചെയ്ത് മുകളിലോട്ട് കൊണ്ടുവന്ന് യൂപ്പിൻ വെച്ച് ഫിക്സ് ചെയ്ത് ഇത് നമുക്കിനി ഡെക്കറേറ്റ് ചെയ്താൽ മാത്രം മതി. ഇത് എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഹെയർ സ്റ്റൈലാണ്. ഇനി ഇത് ബീഡ്സ് വെച്ച് നമുക്ക് അലങ്കരിക്കാം. ഇനി നമുക്ക് അടുത്തത് ഒരു ഹെയർ സ്റ്റൈൽ ഇവിടെ ചെയ്യാം. ഫ്രണ്ട് സൈഡ് നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് ക്ലിപ്പ് കുത്തിയേക്കുന്നതുകൊണ്ട് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. ഇനി നമുക്ക് ഈ ബാക്കിലുള്ള മുടി ഇതുപോലെ ബാക്ക് കോംബ് ചെയ്തതിന് ശേഷം ഒന്നിച്ചെടുത്ത് നമ്മുടെ കൈ ഇതേപോലെ വെച്ചതിന് ശേഷം ഈ മുടി കയ്യിലോട്ടെടുത്ത് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് നമ്മുടെ മുടിയെല്ലാം ഈ മുടിക്കകത്തോട്ട് വരുന്നത് വരെ നമുക്ക് ട്വിസ്റ്റ് ചെയ്ത് അതിനുശേഷം നമുക്കൊരു യു പിൻ വെച്ച് ഇത് മുടിയുമായിട്ട് ഫിക്സ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ഈ മുടിയുടെ തുമ്പ് അധികമായിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ട്വിസ്റ്റ് ചെയ്ത് മുകളിലോട്ട് കൊണ്ടുവന്ന് നമ്മൾ കെട്ടിയ മുടിയുടെ അകത്തോട്ട് കയറ്റിയതിന് ശേഷം ഒരു നല്ല ഭംഗിയുള്ള ഒരു ക്ലിപ്പ് വെച്ച് ആ സൈഡ് നമുക്ക് അലങ്കരിക്കാവുന്നതുമാണ്. ഇത് എത്രയും പെട്ടെന്ന് കെട്ടാൻ പറ്റുന്ന ഒരു ഹെയർ സ്റ്റൈലാണ്. നമ്മുടെ മുടിയെല്ലാം പാക്ക് ചെയ്ത് എല്ലാം കൂടെ ഒന്നായിട്ട് പിടിച്ചതിന് ശേഷം ട്വിസ്റ്റ് ചെയ്ത് അധികമായിട്ടുള്ള മുടി ചുറ്റി ഈ മുടിയുടെ അകത്തോട്ട് വയ്ക്കുന്നു.
ഇത് നല്ലൊരു ഹെയർ സ്റ്റൈലാണ്. ഇതെല്ലാവരും ചെയ്ത് നോക്കുക. ഏകദേശം ഫ്രഞ്ച് റോൾ പോലെയാണ് ഈ മുടി ഇരിക്കുന്നത്. ഇത് നമുക്ക് പൂ വെച്ചോ സ്ലൈഡുകൾ നല്ല ഭംഗിയുള്ള സ്ലൈഡുകൾ വെച്ചൊക്കെ അലങ്കരിച്ചിട്ട് ഫങ്ഷനൊക്കെ പോകാൻ എളുപ്പമാണ്. ഇതെല്ലാവരും ചെയ്ത് നോക്കുക. പെട്ടെന്നൊരു ഹെയർ സ്റ്റൈൽ ചെയ്യണമെങ്കിൽ പറ്റുന്ന ഹെയർ സ്റ്റൈലാണ് ഇവിടെ ഞാൻ കാണിച്ചിരിക്കുന്നത്. ഇനി നമുക്കൊരു ബണ്ണ് കെട്ടുന്ന എങ്ങനെയാണെന്ന് നോക്കാം. അടുത്തതായിട്ട് നമുക്കൊരു ബണ്ണ് കെട്ടുന്ന എങ്ങനെയാണെന്ന് നോക്കാം. അത് നമുക്ക് ഇതേപോലെ ഒരു ബാൻഡ് വാങ്ങിക്കണം. പകുതി മുടി എടുക്കുക. പകുതി മുടി എടുത്തിട്ട് ഈ ബാൻഡിൻ്റെ ഇടയ്ക്ക് കൂടി വീണ്ടും നമുക്ക് ബാൻഡിൻ്റെ ഉള്ളിലേക്ക് ഇട്ടതിന് ശേഷം ആ ബാൻഡ് നമുക്ക് കവർ ചെയ്യുന്ന രീതിയിൽ കൊണ്ടുവരണം. ആദ്യം ഒരു സമയം എടുത്തിട്ട് നമുക്ക് ഒരു യു പിൻ വെച്ച് ആ ബാൻഡ് ഒന്ന് മുടിയോടെ ഫിക്സ് ചെയ്യുന്നു. എന്നിട്ട് വീണ്ടും നമ്മൾ ആ ബാൻഡിൻ്റെ അകത്തുകൂടി ഈ മുടി വീണ്ടും എടുത്ത് പുറത്തേക്ക് കൊണ്ടുവന്ന് ആ ബാൻഡ് അങ്ങ് കവർ ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് ചെറിയ ഒരു ബോൾ ഷേപ്പ് ആ ബാൻഡിൽ നിന്ന് നമുക്ക് കിട്ടി. ഇത് നമുക്കൊന്ന് ഫിക്സ് ചെയ്യാം. യു പിൻ വെച്ചിട്ട് ഒന്ന് ഫിക്സ് ചെയ്ത് ഉറപ്പിക്കാം. ഇനി നമുക്ക് ഈ ബാക്കിയുള്ള മുടി രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തതിന് ശേഷം ഒരു സൈഡിലെ മുടി നമുക്ക് എടുത്ത് ബ്രഷ് ചെയ്ത് അടുത്ത സൈഡിലോട്ട് ബാൻഡിൻ്റെ പുറത്തു കൂടി അടുത്ത സൈഡിലേക്ക് നമുക്ക് കൊണ്ടുവന്നതിന് ശേഷം ഒരു യു പിൻ വെച്ച് കുത്തി ഉറപ്പിക്കുക. അതിനുശേഷം ബാക്കിയുള്ള മുടി ഇതുപോലെ ചുറ്റി ആ ബണ്ണിന് അടിയിലോട്ടിടുക. അതിനുശേഷം അടുത്ത സൈഡിലുള്ള മുടി ഇതേപോലെ എടുത്ത് വീണ്ടും നമ്മൾ ഈ ബാൻഡിൻ്റെ മുകളിൽ കൂടി ചീപ്പി ആ ബാൻഡ് കവർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ ചീപ്പി എടുത്തുകൊണ്ട് വന്ന് അടുത്ത സൈഡിലോട്ട് ഇതേപോലെ കവർ ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഒരു നല്ലൊരു ബൺ ടൈപ്പ് മുടി നമുക്ക് കിട്ടി. എളുപ്പം കെട്ടാൻ പറ്റുന്ന ഒരു ഹെയർ സ്റ്റൈലാണ് ഇപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും നല്ലൊരു ഫാഷൻ കണക്കുള്ള ക്ലിപ്പ് വാങ്ങിച്ച് ഒരു സൈഡ് നമുക്ക് അലങ്കരിക്കാവുന്നതാണ്. പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ സ്റ്റൈലാണ് ഈ ബണ്ണ്. ഇതെല്ലാവരും ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഒരു വീഡിയോയുമായിട്ട് ഞാൻ ഉടനെ എത്തുന്നതായിരിക്കും. ഇത് ഏത് സാരിയുടെ കൂടെയും ചുരിദാറിൻ്റെ കൂടെയും ഏതെങ്കിലും ഫങ്ഷനൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ സ്റ്റൈലാണ് ഈ ബണ്ണ്. എന്നിട്ട് നമുക്ക് പൂ വെച്ച് ഇത് അലങ്കരിക്കുകയും ചെയ്യാം. ഓക്കേ, ബൈ.